നമ്മൾ കണ്ടിട്ടില്ല എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻക്വയറി വരുന്നത്. ആ മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ക്രിയേറ്റ് ക്യാമ്പയിൻ ക്ലിക്ക്. അല്ല, ക്രിയേറ്റ് ന്യൂ ക്യാമ്പ്. അതെ, അതില് ലീഡ് ജനറേഷൻ കണ്ടോ? ഒന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ അടി. ക്യാമ്പയിന്റെ പേര് കൊടുക്കും. താഴേക്ക്. നെക്സ്റ്റ് അടി. ആ വ്യൂ ടൈംസ് ക്ലിക്ക് ചെയ്ത് വ്യൂ ടൈംസിന് എഗ്രി അടി. താഴേക്ക്. ബഡ്ജറ്റ് ഒക്കെ സെയിം ആണ്, ബാക്കി ചെയ്തേക്കുന്ന പോലെ. ക്രിയേറ്റ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതൊക്കെ സെയിം. താഴേക്ക്. നെക്സ്റ്റ് അടി. ഇതൊക്കെ ഇന്നലെ കാണിച്ചു തന്നായിരുന്നല്ലോ. ആഡിന്റെ പേര്. താഴേക്ക്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങളെ ബാനർ സെലക്ട് ചെയ്യണു. ഓക്കെ, ഇവിടെ ഒക്കെ അതേപോലെ തന്നെ. അവിടെ പ്രൈമറി ടെസ്റ്റ് കൊടുക്കുക. എന്തെങ്കിലും കൊടുത്തോ? ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കൊടുത്തോ? ഹെഡ്ലൈൻ കൊടുക്കുക. ഫ്യൂ സീറ്റ്സ് ആർ ലെഫ്റ്റ്. അതേപോലെ ഡിസ്ക്രിപ്ഷൻ വേണമെന്നില്ല. ഡിസ്പ്ലേ ലിങ്ക്, കോൾ ടു ആക്ഷൻ വേണമെങ്കിൽ കൊടുക്കുക. സൈൻ അപ്പ്, അപ്ലൈ ഓൺലൈൻ, അപ്ലൈ നൗ. ഓക്കെ. ഇനി ഒരു മിനിറ്റ്, പയ്യെ. ഇനിയാണ് നമ്മൾ ഇപ്പൊ എന്താ ചെയ്ത്, ആരെയാണോ ടാർഗറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തു. അതിനുശേഷം അവരെ എന്താണോ കാണിക്കേണ്ടതെന്നാണ് നമ്മൾ ഇപ്പൊ സെറ്റ് ചെയ്ത്, ആ ബാനറും ആ ഡീറ്റെയിൽസും. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത് എന്താ? ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഏത് വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടത് അതാണ് പറഞ്ഞത്. ഇവിടെ വെബ്സൈറ്റ് അല്ല, ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ തന്നെ ഫോം ഓപ്പൺ ആവും. വേണ്ടിയാണ്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഒരു മിനിറ്റ്, ഞാൻ അത് എന്തുകൊണ്ട് സംഭവിക്കണം എന്ന് പറയുമ്പോൾ, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ തന്നെ ഒരു ഫോം പോപ്പപ്പ് ആയി വരും. അത് കണ്ടിട്ടുണ്ടോ എല്ലാവരും? അതാണ് നമ്മൾ ഇനി ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ക്രിയേറ്റ് എ ഫോം അടി. ഫോമിന്റെ പേര് കൊടുത്തോ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കോഴ്സിനെ കുറിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തരാം. ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, ഇനി ഇൻട്രോ ക്ലിക്ക് ചെയ്യും. അല്ല, ഇതിനെ ക്ലോസ് ഇൻട്രോ ക്ലിക്ക് ചെയ്യും. പയ്യെ മോളി പോട്ട്. ഹെഡ്ലൈൻ കൊടുക്കുക. ഇവിടെ ഹെഡ്ലൈൻ ടെക്സ്റ്റ് ഉണ്ട് റൈറ്റ് സൈഡില്, അതേപോലെ വരും. കൊടുത്തോണെങ്കിൽ ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് എഴുത് ഹെഡ്ലൈൻ. ഇനി തൊട്ട് മുകളിൽ ഒരു ഇമേജ് കണ്ടോ? ആ ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്ങിന്റെ മുകളിലൂടെ റൈറ്റ് സൈഡില് ആ ഇമേജ് കണ്ടോ? റൈറ്റ് സൈഡില് നിങ്ങളുടെ ഫോട്ടോന്റെ മുകളിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൺസൾട്ട്. ആ ഇമേജ് എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ അവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇമേജാ. ഓക്കെ, ഈ ഇമേജ് വേണ്ട വേറെ ഇമേജ് ഉപയോഗിക്കുക. അതാണ് ലെഫ്റ്റ് സൈഡിൽ കണ്ട യൂസ് അപ്ലോഡഡ് ഇമേജ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേറെ ഇമേജ് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ പഴയ ഇമേജ് തന്നെ എടുക്കാം. അത് തന്നെ. ഓക്കെ, ഇനി താഴേക്ക് പോവാം. അവിടെ പാരഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്ങിന്റെ താഴെ പാരഗ്രാഫ് പോലെ എഴുതും. ഇനി ലിസ്റ്റ് വേണമെങ്കിൽ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് അപ്പൊ എഴുതിക്കോ.
പ്രാക്ടിക്കൽ ട്രെയിനിങ്, ലൈവ് പ്രൊജക്ട്. റൈറ്റ് സൈഡിൽ തന്നെ ഉണ്ടോ? പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, സർട്ടിഫിക്കേഷൻസ്, ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ആരെങ്കിലും ആഡുമേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതായിരിക്കും ആദ്യം വരാം. ഓക്കെ, താഴേക്ക് വന്ന് അടുത്ത ക്വസ്റ്റ്യൻസ്. എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്? ആ ക്വസ്റ്റ്യൻസിന്റെ മുകളിൽ മെസ്സേജ്, എൻട്രി മെസ്സേജ് കണ്ടോ? പ്രീഫിൽ ക്വസ്റ്റ്യൻ ആണ്. പ്രീഫിൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ആസ്ക് ഫോർ യൂസർ, ദിസ് വിൽ ബി പ്രീഫിൽഡ് ഫ്രം ഫേസ്ബുക്ക് അക്കൗണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി, നമ്മളൊക്കെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുള്ളത് ഓൾറെഡി ഫില്ല് ആവണതാണ്, പ്രീഫിൽഡ് ആണ്. എൻട്രി മെസ്സേജിന്റെ അവിടെ കൊടുക്കുന്നുണ്ട്, ലെറ്റ് പീപ്പിൾ നോ how the information they give will be used or shared. അപ്പൊ അവിടെ നിന്നിട്ട് ഏതറിയാമോ? അവർ കൗൺസിലർ വിൽ കോണ്ടാക്ട് യു. ഓക്കെ, അല്ല ശരിക്കും ഹെഡിങ് കൊടുക്കേണ്ടത് ഹൗ അവർ കൗൺസിലർ വിൽ കോണ്ടാക്ട് യു. ഇനി എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ് നിങ്ങൾ അവരുടെ അടുത്ത് കളക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇപ്പൊ ഇമെയിലും ഫുൾ നെയിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ വേണമെങ്കിൽ ആഡ് കാറ്റഗറിയുമേ ക്ലിക്ക് ചെയ്യും. കോണ്ടാക്ട് ഫീൽഡ്, ഫോൺ നമ്പർ കണ്ട, അപ്പൊ അത് വരും. ഇനി ആ ഫുൾ നെയിമിന്റെ മുന്നേ ഒരു 6 ഡോട്ട് കണ്ട, അതുമ്പോ ക്ലിക്ക് ചെയ്യും, മോളോടേക്ക് ഡ്രാഗ് ചെയ്യും, അവിടേക്ക് കണ്ട. അപ്പൊ ആദ്യം നെയിമായി, പിന്നെ ഇമെയിലായി, ഫോൺ നമ്പറായി. നമുക്ക് മോളോടേക്ക് താഴേക്ക് വേണമെങ്കിൽ അതിന്റെ പൊസിഷൻ മാറ്റാം. ആ മോളോടേക്ക് ആയിക്കോണേ, അവിടെ വെച്ചോ കണ്ട. ഓക്കെ, ഇനി വീണ്ടും എന്തെങ്കിലും ഫീൽഡ് വേണമെങ്കിൽ ആഡ് കാറ്റഗറിയുമേ ക്ലിക്ക് ചെയ്യും. ഇനി യൂസർ ഇൻഫോർമേഷൻ എടുത്ത്, അല്ലെങ്കിൽ വർക്ക് ഇൻഫോർമേഷൻ എടുത്ത്, ജോബ് ടൈറ്റിൽ വേണമെങ്കിൽ ജോബ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്യാം. ആ ടൈറ്റിൽ എടുത്ത് കണ്ട, വെരി ഗുഡ്. താഴേക്ക് വന്ന് പ്രൈവസിമേ ക്ലിക്ക് ചെയ്യും. അവിടെ ലിങ്ക് ടെക്സ്റ്റ് കൊടുക്കാം, പ്രൈവസി പോളിസി, ലിങ്ക് ടെക്സ്റ്റ് പ്രൈവസി പോളിസി കൊടുത്താലും മതി. ലിങ്ക് കൊടുക്കാം. ലിങ്ക് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ വെബ്സൈറ്റ് ആയിരിക്കും, www.internetleadstraining.com കൊടുക്കും. അവിടെ കൊടുത്തിട്ട് പ്രൈവസി പോളിസി, ലിങ്ക് ടെക്സ്റ്റ്, പ്രൈവസി പോളിസി. ഇനി താഴെ ഇത് സബ്മിറ്റ് കംപ്ലീഷൻ. അവിടെ കണ്ട താങ്ക് യു ഫോർ, ഹെഡ്ലൈൻ കൊടുത്ത് താങ്ക് യു ഫോർ സബ്മിറ്റിംഗ് ഡീറ്റെയിൽസ്. ഡിസ്ക്രിപ്ഷൻ കൊടുത്തോ? താങ്ക്സ് കൊടുത്തോ ഹെഡ്ലൈൻ. അത് എൻക്വയറി സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തുട്ടാ കാണിക്കേണ്ടത്? താങ്ക്സ് ഫോർ സബ്മിറ്റിംഗ് ദ ഡീറ്റെയിൽസ് നോട്ട് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, പ്ലീസ് വിസിറ്റ് അവർ വെബ്സൈറ്റ് ഫോർ മോർ ഡീറ്റെയിൽസ്. അടുത്ത് കോൾ ടു ആക്ഷൻ ബട്ടൺ, അത് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ ഡൗൺലോഡ് കൊടുക്കാം, കോൾ ബിസിനസ് കൊടുക്കാം. സബ്മിഷൻ ചെയ്തതിന് ശേഷം, അപ്പൊ സബ്മിഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ കോൾ ബിസിനസ് കൊടുക്കാം. കോൾ ബിസിനസ് കൊടുത്ത് അപ്പൊ നിങ്ങളുടെ നമ്പർ കൊടുക്കണം. കോൾ ടു റിക്വയർഡ് ആക്ഷൻ എന്ന് പറയുന്നത് കോൾ മീ നൗ. അവിടെ റിക്വയർഡ് കോൾ നൗ, കോൾ നൗ. ഇനി നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കാം.
പബ്ലിഷ് അടി ഉള്ളൂ. പബ്ലിഷ്. ഇപ്പൊ എന്റെ ക്യാമ്പയിൻ റൺ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ആഡ്സ് മാനേജർ കണ്ടോ, എനിക്ക് ഇന്നിപ്പോ 109 എൻക്വയറി വന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ 109 എണ്ണം വന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെ കണ്ടോ, എക്സൽ ഷീറ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. എറർ ക്ലിക്ക് ചെയ്യുന്ന സെറ്റപ്പ് എറർ എടുത്ത് ഓപ്പൺ ചെയ്ത് ആഡ് ഓപ്പൺ ചെയ്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ ഒന്നും കൂടി എഡിറ്റ് ചെയ്തോ പറ്റും. നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്ത് അതെ SEO ട്രെയിനിങ്ങിന്റെ താഴേക്ക് മൗസ് കൊണ്ട് അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ഇവിടെ ഒരു റിവ്യൂ അത് ടേംസ് ആൻഡ് സർവീസ്. നിങ്ങൾ ആദ്യം ഒരു ടേംസ് ആൻഡ് സർവീസ് ഓക്കെ അടിച്ചു, അതിന് ശേഷം നിങ്ങൾ വീണ്ടും പേജ് നെയിം എടുത്ത് മാറ്റി. ഓക്കെ, മനസ്സിലായ? അതാണ് വീണ്ടും എറർ വന്നത്. ബാക്ക് അടിച്ച് ലെഫ്റ്റ് ടോപ്പ് ലെഫ്റ്റ്. അത് മതി. ഒന്നുകൂടി ബാക്ക് അടി. ഒന്നും ബാക്കോട്ട്. അതും ആദ്യത്തെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് അല്ല വ്യൂ ടൈംസ് ക്ലിക്ക്. നിങ്ങൾ ആദ്യം വേറെ ഒരെണ്ണം സെലക്ട് ചെയ്ത് പിന്നെ നമ്മൾ മാറ്റി. അതാണ് പറ്റിയ. മനസ്സിലായോ? ആ വ്യൂ ടൈംസ് അടിച്ചാൽ മതി. ഓക്കെ അടിച്ച് കൃത്യമാവും. ഇവിടെ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ ചെന്നിട്ട് റീസെറ്റ് ആഡ്സ് മാനേജർ ചെയ്യണോ? നിങ്ങളിപ്പോ പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യാം അപ്പൊ തന്നെ. ഓക്കെ, ശരി. അതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. പെട്ടെന്ന് ചെയ്തപ്പോ നിങ്ങൾക്ക് ക്ലാരിറ്റി. സർ ഇതിലേ ഈ പോളിസി ഞാൻ പ്രൈവസി പോളിസി കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്ലീസ് പ്രൊവൈഡ് എ വാലിഡ് ബിസിനസ് പ്രൈവസി പോളിസി URL എന്ന് കാണിക്കുന്നുണ്ടല്ലോ സർ. അല്ല, പോളിസി ലിങ്കിന്റെ അവിടെ ഒരു വെബ്സൈറ്റ് കൊടുക്കണം. പേയ്മെന്റ് മെത്തേഡിന്റെ എറർ മാത്രമേ ഉള്ളൂ. പബ്ലിഷ് കൊടുത്തിട്ടോ ഒരു എറർ കാണിക്കുന്നുണ്ടായിരുന്നു. ഫീൽഡ് കംപ്ലീറ്റ് ആക്കില്ല. ഇപ്പൊ കംപ്ലീറ്റ് ആക്കി പബ്ലിഷിംഗ് സ്റ്റേജിൽ നിൽക്കുകയാണ്. മനസ്സിലായോ? എറർ ഇപ്പൊ പബ്ലിഷ് ആയി. വെരി ഗുഡ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ എറർ കാണിക്കുന്നുണ്ട്, മുകളിൽ കാണിക്കുന്നുണ്ട്. ഐഡിയ വെരി ഗുഡ്. ഞാൻ അത് മറ്റേതെല്ലാം റീസെറ്റ് ചെയ്തിട്ട് എന്താ മറ്റേ പബ്ലിഷിംഗ് വാസ് ഗെറ്റിംഗ് സ്റ്റക്ക്. സോ ഐ ഹാഡ് ടു റീസെറ്റ് ദ ഹോൾ തിങ് ആൻഡ് സ്റ്റാർട്ട് അഗൈൻ. ഓക്കെ, വെരി ഗുഡ്. ഈ ലെഫ്റ്റ് സൈഡിൽ 9 ഡോട്ട് കണ്ടോ? അതെ, അത് ക്ലിക്ക് ചെയ്ത് ഇതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത്. ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട് കണ്ടോ. ഓഡിയൻസസ് നമ്മൾ യൂട്യൂബ് ഗൂഗിൾ ആഡ്സ് ചെയ്ത പോലെ ഓഡിയൻസസ് ഉണ്ട് ഇവിടെ. ഓഡിയൻസസ് ക്ലിക്ക് ചെയ്ത് കണ്ടോ, നിങ്ങൾക്ക് ക്രിയേറ്റ് കസ്റ്റം ഓഡിയൻസ് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കണ്ടോ, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ വന്നവരെ മാത്രം ടാർഗറ്റ് ചെയ്യാം. കസ്റ്റമർ ലിസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നമുക്കുള്ള കുറെ ഇമെയിൽ ആരെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യാം. കസ്റ്റമർ ലിസ്റ്റും ഒക്കെ ഉണ്ടാവും. ക്രിയേറ്റ് ആൻ ഓഡിയൻസ് ബൈ അപ്ലോഡിംഗ് എ ലിസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഹു ഹാവ് ഇന്ററാക്റ്റഡ് വിത്ത് യുവർ ബിസിനസ്. ഇൻഫോർമേഷൻ ഇസ് ജസ്റ്റ് ലിസ്റ്റ് ഹാഷ്ഡ് ഇൻടു അനോർ കോഡ് ബിഫോർ ഇറ്റ് റീച്ചസ് ഫേസ്. നമ്മൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതാണ് ഫേസ്ബുക്കിന്റെ പിക്സൽ കോഡ് കണ്ടായിരുന്നു നിങ്ങൾ തുടക്കം, ശ്രദ്ധിച്ചോണെന്ന് അറിയില്ല. അതിലൂടെ ചെയ്യാം. അതേപോലെ ആ പിക്സൽ നമ്മൾ കൊണ്ടിടണം. നമ്മുടെ സൈറ്റ് കൊണ്ടിട്ടാലാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ വെബ്സൈറ്റ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. അതായത് ക്രിയേറ്റ് ആൻ ഓഡിയൻസ് ബേസ്ഡ് ഓൺ എ വെബ്സൈറ്റ് വിസിറ്റേഴ്സ് ഓൺ യുവർ ഫേസ്ബുക്ക് പിക്സൽ. അതാണ് നിങ്ങളിപ്പോ എവിടെയെങ്കിലും ഫേസ്ബുക്കിൽ എടുത്തിട്ട് എവിടെയെങ്കിലും വീണ്ടും ഒരു ഫേസ്ബുക്കിൽ ഒരു ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ എപ്പോ ഫേസ്ബുക്ക് എടുത്താലും നിങ്ങളുടെ ആഡ് കാണിച്ചുകൊണ്ടിരിക്കും. ഇത് ക്ലോസ് ചെയ്തൊക്കെ നോക്കണം നിങ്ങൾ. ക്യാൻസൽ ആയി. ഒന്നും കൂടി 9 ഡോട്ടുമ്മ ക്ലിക്ക് ചെയ്ത് കണ്ടോ. ഇനി അടുത്താണ് ബിസിനസ് സെറ്റിംഗ്സ്. അതിൽ നിങ്ങൾക്ക് ഇതിന്റെ പലതരം അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം, പേജസ് ക്രിയേറ്റ് ചെയ്യാം, എല്ലാം പറ്റും കണ്ടോ. മാനേജ് ആഡ് അക്കൗണ്ട്സ്, പേജസ് ആൻഡ് ദ പീപ്പിൾ ഹു വർക്ക് ഓൺ ദം ഓൾ ഇൻ വൺ പ്ലേസ്. മനസ്സിലായോ? താഴേക്ക് വന്നേ കണ്ടോ. യു നീഡ് മോർ ദാൻ വൺ ആഡ് അക്കൗണ്ട്. നമ്മൾ ഗൂഗിൾ ആഡ്സ് മാനേജർ പഠിച്ച പോലെ ക്രിയേറ്റ് separate ad account for every client or business user. Pay ads with a different payment method. You need to request access to pages for ad account. You need to assign permission to a lot of working together. ഇതെല്ലാം ഇതിൽ പറ്റും.
ക്ലിയർ ആയോ? ഓക്കെ, ഒരു ലോഗിനിൽ തന്നെ മാനേജ് ചെയ്യാം. ഓക്കെ, ഒരു ലോഗിനിൽ ശരിക്കും 2 ബിസിനസ് മാനേജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്റെ ആവശ്യമില്ല, ഒരു ബിസിനസ് മാനേജർ അക്കൗണ്ട് ധാരാളമാണ്. അതിലൂടെ നിങ്ങൾക്ക് എല്ലാം മാനേജ് ചെയ്യാം, എല്ലാ ക്ലയന്റിനെയും. നിങ്ങൾ ഒരു ഫേസ്ബുക്കിന്റെ പേജ് എടുത്ത്, നിങ്ങൾ നേരത്തെ ചെയ്തിരിക്കുന്ന പേജ് ഇതാണ്, ഇതല്ല പേജ്. ഓ, ഇത് നല്ല ഭംഗിയായില്ലോ. താഴേക്ക് വന്ന് കേട്ടാ, നിങ്ങൾക്ക് ആ പേജ് വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാം. ഇത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ. പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ലൈക്കുകളൊക്കെ വേണമെങ്കിൽ കൂട്ടാം. പ്രൊമോട്ട് ക്ലിക്ക് ചെയ്ത് കേട്ടാ, ഗെറ്റ് മോർ, പ്രൊമോട്ട് യുവർ പേജ്, അത് ക്ലിക്ക് ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ എന്ത് കൂടും എന്ന് അറിയാമോ? ലൈക്ക് കൂടും. ഇപ്പൊ നിങ്ങൾ റൈറ്റ് സൈഡിൽ പറഞ്ഞേക്കണണ്ട എസ്റ്റിമേറ്റഡ് ഡെയിലി ബഡ്ജറ്റ് എത്ര നിങ്ങൾ കൊടുത്തേക്കണേ? എസ്റ്റിമേറ്റഡ് ഡെയിലി ബഡ്ജറ്റ് താഴെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അവർ പറഞ്ഞത് 370 രൂപ 5 ദിവസം, അതായത് ഒരു ദിവസം 74 രൂപയാണ്. അതായത് നിങ്ങൾക്ക് ഡെയിലി റിസൾട്ട് 2 തൊട്ട് 13 ലൈക്ക് വരെ കിട്ടാം. അതായത് ഒരു ലൈക്കിന് ഏകദേശം 5 രൂപ വെച്ച്. ഇത് മിനിമം 5 ഡേയ്സിൽ റൺ ചെയ്യാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ കണ്ട, അത് കുറയ്ക്കാൻ പറ്റില്ല. ലെഫ്റ്റ് സൈഡിൽ ഡ്യൂറേഷൻ കണ്ട, നമുക്ക് വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാൻ പറ്റില്ല. കുറയ്ക്കാൻ നോക്കി, 5 ഡേയ്സ് കുറയ്ക്കാൻ നോക്കി, എറർ കാണിക്കും. ആഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 4 ഡേയ്സ്, നോട്ട് 5 ഡേയ്സ്, 4 ഡേയ്സ് എങ്കിലും എന്ത് ചെയ്യണം? റൺ ചെയ്യണം. മനസ്സിലായോ? ഇങ്ങനെയാണ് എന്ത് കൂട്ടണേ? പേജിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പേജിലേക്ക് കൂട്ടാം. അതാണ് ചില കമ്പനിക്കാർ പറയണേ, ഞങ്ങൾ പേജിലേക്ക് കൂട്ടിത്തരാം. ചിലപ്പോൾ ഓരോ ലൈക്കിനും പൈസ. അപ്പൊ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ടാർഗറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ സൈഡിലേക്ക് ഒരുപാട് ക്വാളിറ്റി ലൈക്കുകളുടെ ഇടയ്ക്കിടയ്ക്ക് പേജ് നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം. ശരിക്കും ഒരു ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് മോർണിംഗും ഈവനിങ്ങും ആണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് മോർണിംഗിലും ഈവനിങ്ങിലാണ് ഫേസ്ബുക്ക്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ മോർണിംഗിൽ തന്നെ എന്ത് ചെയ്യാൻ നോക്കണം? പോസ്റ്റ് ചെയ്യാൻ നോക്കണം. അത് പറ്റും, ചെയ്യാൻ പറ്റും. ഇനി ഒന്നും കൂടെ പേജ് എടുത്ത് മോളിപ്പോട്ടെ, ഏറ്റവും മോളിപ്പോട്ടെ കണ്ട, ലെഫ്റ്റ് സൈഡിലൊക്കെ ഉണ്ട് എൻ്റർ വെബ്സൈറ്റ്, എൻ്റർ ഫോൺ നമ്പർ, അതൊക്കെ കൊടുക്കണം. ലെഫ്റ്റ് സൈഡിൽ കാണിക്കുക, എബൌട്ടസ് കണ്ട, അവിടെ കണ്ട, എൻ്റർ വെബ്സൈറ്റ്, എൻ്റർ ഫോൺ നമ്പർ, എൻ്റർ ഇമെയിൽ, എൻ്റർ ബിസിനസ് അവർ ഒക്കെ കൊടുക്കാം. മുകളിൽ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിലോട്ട് ടോപ്പിലേക്ക് പോട്ടെ, പയ്യെ ടോപ്പിലേക്ക്, പയ്യെ. അവിടെ കണ്ട ഇൻവൈറ്റ് കണ്ട, ഇൻവൈറ്റ് ഫ്രണ്ട്സ് ടു ലൈക്ക് യുവർ പേജ്. നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ അയക്കാം. അപ്പൊ ഫ്രണ്ടൊക്കെ നിങ്ങളെ ലൈക്ക് ചെയ്യും. ഇനി നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ഉണ്ടാവും ലൈവ് ഇവന്റ് ഓഫർ ഒക്കെ. നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക, അതൊക്കെ നിങ്ങൾക്ക് ആ ഇവന്റ് ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ ഇവന്റ് ക്ലിക്ക് ചെയ്തോ. ഇവന്റിന് നെയിം കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അവിടെ കൊടുക്കുക, ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാം ഇവന്റിന്റെ നെയിം, ലെഫ്റ്റ് സൈഡിൽ ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്. ലൊക്കേഷൻ കൊടുക്കാം. ഓൺലൈൻ ആണെങ്കിൽ സർ, ഓൺലൈൻ ആണെങ്കിൽ ഒന്നും കൊടുക്കണ്ട, അവിടെ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൺലൈൻ ഒന്നും കൊടുക്കാണ്ട് ലൊക്കേഷൻ ഡിലീറ്റ് ചെയ്ത് ലൊക്കേഷൻ. അപ്പൊ ഒന്നും പറയണ്ട. ഇനി പബ്ലിക്കിനുള്ളതാണ്, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ആ ഇവന്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എഴുതാം. വെബ്സൈറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലൈവ് കൊടുക്കാം. ഫേസ്ബുക്ക് ലൈവ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റഡി നിങ്ങളുടെ ഒരു കവർ ഇമേജ് കൊടുക്കാം.
മനസ്സിലായോ? ക്രിയേറ്റ് ഇവന്റ് കൊടുക്കാം. ഇനി താഴേക്ക് വന്ന് ബാക്ക്, ഇതല്ല ബാക്ക് അടിച്ച് മറ്റേ ചെയ്തെവിടെയാ? ഇതല്ല, നിങ്ങളിപ്പോ ഇവന്റ് ഉണ്ടാക്കിയതാണ്. മറ്റേ പേജിലേക്ക് വന്ന് ഇനി നിങ്ങൾക്ക് ഇവിടെ താഴെ കണ്ട ഓഫർ ഉണ്ടോ? ഓഫർ ക്രിയേറ്റ് പോസ്റ്റിന്റെ താഴെ, ക്രിയേറ്റ് പോസ്റ്റിന്റെ താഴെ റൈറ്റ് സൈഡിൽ, റൈറ്റ് ക്രിയേറ്റ് പോസ്റ്റ്, അതിന്റെ താഴെ ഓഫർ. അത് മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ക്രിയേറ്റ് ആൻഡ് ഓഫർ കൊടുക്കാം. ലെഫ്റ്റ് സൈഡിൽ കണ്ട വാട്ട് ഈസ് യുവർ ഓഫർ, പെർസെന്റേജ് ഓഫ്, പെർസെന്റേജ് കൊടുത്താൽ ലെഫ്റ്റ് സൈഡിൽ 20 എന്നുള്ളത് വേണമെങ്കിൽ 50% ആക്കാം. ഇനി വേണമെങ്കിൽ കൊടുക്കാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. and 50% ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഇനി ഇവിടെ ഫോട്ടോ എടുക്കാം. എക്സ്പീരിയേഷൻ ഡേറ്റ് കൊടുക്കാം. എത്ര ദിവസം വരെ ഓഫർ ഉണ്ടെന്ന്. നാളത്തെ ഡേറ്റ് കൊടുത്തോ. വരെ ഉണ്ടാ. ഇൻസ്റ്റോർ ആണ്, ഓൺലൈൻ ആണ്. ഓൺലൈൻ്റെ വെബ്സൈറ്റ് കൊടുക്കാം. അപ്പൊ അവർക്ക് ഓൺലൈനിൽ പോയി വേണമെങ്കിൽ ഇത് ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പ്രൊമോ കോഡ് കൊടുക്കാം. ആ കോഡ് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓഫർ കിട്ടും. ക്ലിയർ ആയോ? എന്നിട്ട് അത് പബ്ലിഷ് ചെയ്യാം. ഏറ്റവും പബ്ലിഷ് ഓൺലൈൻ കൊടുക്കുക. ചേഞ്ച് ബട്ടൺ. ഇത് താഴേക്കൊന്ന് കണ്ട അവിടെ ജോബ് കണ്ട, ജോബ് ഇവിടെ തന്നെ പോസ്റ്റിന്റെ താഴെ ഇവന്റ് ഓഫർ ജോബ്. അതായത് നിങ്ങളുടെ കമ്പനിക്ക് ഇപ്പൊ എന്തെങ്കിലും വേക്കൻസി ഉണ്ട്, ആരെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടി ഇടാം. ഇത് ഒരുപാട് പേര് കണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്ന അറിയാമോ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ വേണമെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് അവിടെ എഴുതാം എന്തൊക്കെ പോസ്റ്റ് വേണം, അവിടെ എഴുതാം എത്ര സാലറി കൊടുക്കണമെന്നൊക്കെ അവിടെ എഴുതാം. ഇതിന്റെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ജോബ് ലിങ്ക് ഉണ്ടാക്കുമ്പം ഇതിന്റെ എൻക്വയറി ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് കൊടുക്കാം. അവിടെ തന്നെ വരും. അപ്ലൈ ചെയ്തു നിങ്ങൾക്ക് ആ റെസ്യൂം ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ. ജോബ് എടുക്കാം. ഇവിടെ മാനേജ് ജോബ്സ് ഉണ്ടോ? ഇപ്പൊ ബേസിലിന്റെ ഇന്ന് പോന്നിരിക്കുന്നതാണ്. വ്യൂ 74 ആപ്ലിക്കേഷൻസ് ഉണ്ടോ? ഡൗൺലോഡ് ചെയ്യാം PDF. റെസ്യൂം കിട്ടും. ബിസിനസ് സെറ്റിംഗ്സ് എടുക്കേ.
കണ്ട, ഇത് ഓരോ അക്കൗണ്ടാണ്. ILT എന്നൊക്കെ പറഞ്ഞ അക്കൗണ്ടാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നമ്മുടെ പേജസ് ഒക്കെ എടുക്കാം. കണ്ട, ഇതാണ് നമ്മുടെ പേജ്. ആരൊക്കെ ഈ പേജ് ഉപയോഗിക്കണം? ആ യൂസറോടെ കൊടുക്കാം, ആഡ് പീപ്പിൾ. ഓക്കെ, അവർക്കൊക്കെ നമ്മുടെ പേജ് എന്ത് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ആഡ് അക്കൗണ്ട്, ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഓക്കെ, ഈ അക്കൗണ്ട് എനിക്ക് വേണമെങ്കിൽ അയാൾ ആർക്കെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കാം, ആഡ് പീപ്പിൾ കൊടുക്കാം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബോംബെയിലുള്ള ഫ്രീലാൻസറെ ഞാൻ പേജിന്റെ മാനേജർ ആക്കി. ആ, കുറച്ചാളും പുള്ളി പറയാ പുള്ളിക്ക് പേജിന്റെ ഓണർഷിപ്പ് ആക്കണോ കൊടുക്കണോന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാണ്? അവിടെ സെർച്ച് ചെയ്ത് ലിങ്ക്ഡിൻ ആഡ്സ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ചെയ്യാൻ ഇതിൽ ചെയ്തിട്ടാണ് മനസ്സിലായി. ഇൻസ്റ്റാഗ്രാം മനസ്സിലായില്ലോ? ഇതുവഴിയാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലോ? ആ, കണ്ട, ലിങ്ക്ഡിൻ ആഡ് എടുക്കുക. മറ്റേത് business.facebook ആണെങ്കിൽ business. കണ്ടോ, ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ലിങ്ക്ഡിൻ ആഡ്, ക്രിയേറ്റ് ആഡ്. സെയിം, നിങ്ങൾ നാളെ വേണമെങ്കിൽ അതിൽ ചെയ്തു പോരെ. ക്യാമ്പയിൻ കണ്ട, അക്കൗണ്ട് നെയിം, ക്യാമ്പയിൻ, കറൻസി. സർ, ഈ ഫേസ്ബുക്ക് പിക്സൽ സാർ ജസ്റ്റ് ഒന്ന് ഒഴുക്കമാട്ടി പറഞ്ഞു പോയിരുന്നു, തുടക്കത്തിൽ എന്തോ കണ്ടിരുന്നില്ലേ എന്നുള്ള രീതി. പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു കോഡാണ്. ഈ കോഡ് നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടിടാം. നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടിട്ട് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് ആഡാണ് പെർഫോം ചെയ്യുന്നത്. നമ്മൾ ഗൂഗിളിന്റെ കോഡ് ഇട്ടതുപോലെ തന്നെയാണത്. അതാണ് ഫേസ്ബുക്ക് പിക്സൽ എന്ന് പറയുന്നത്. ഇതെടുക്കുക, ആഡ്സ് മാനേജർ എടുക്കുക. ഒരു പുതിയ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് പിക്സൽ ഇട്ടാലാണ് ഞാൻ ഓഡിയൻസ് ചെയ്ത പോലെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലല്ല, ഇത് എന്തെടുക്കണം? ബാക്ക് അടിച്ച് ആഡ്സ്, ക്രിയേറ്റ് ക്യാമ്പയിൻ ഇട്ടാ. നിങ്ങൾ മോളിൽ കുറച്ച് ഓപ്പൺ ഇൻഡു ഉണ്ട്, ക്ലോസ് ചെയ്ത്. അങ്ങനെയല്ല, അതല്ല. അത് ക്ലോസ് ചെയ്യുക. അതല്ല, അത് ക്ലോസ് ചെയ്യും. അപ്ലൈഡ് മറ്റേതും ക്ലോസ് ചെയ്യും. ഈ ക്രിയേറ്റ് ക്യാമ്പയിൻ ഇടുക. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ആഡ്സ് മാനേജർ ഇടുക. ക്ലിക്ക് ചെയ്യും. വരട്ടെ. ട്രാഫിക് അടി. ഏറ്റവും അടിയിലേക്ക് വന്ന് നെക്സ്റ്റ് അടി. ഒരു മിനിറ്റ്. താഴേക്ക് വന്ന് ഏറ്റവും അടിയിലോ? അവിടെ ഒരു മിനിറ്റ്. മുകളിൽ മാനുവൽ പ്ലേസ്മെന്റ് കണ്ടോ നിവിനെ? കണ്ടാ? ഇപ്പൊ നിങ്ങക്ക് ഫേസ്ബുക്കിൽ മാത്രം മതിയെങ്കിൽ അവിടെ ചെക്ക് ചെയ്യാം. താഴേക്കോ? അതാ നിങ്ങൾ ചെയ്തു നോക്കണം ചില കാര്യം, എന്നാലും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഷോ മോർ ഓപ്ഷൻസ് അടിച്ച് ഏറ്റടിയിൽ. അതിനാണ് നിങ്ങൾ ഇപ്പൊ ഞാൻ ചെയ്യിപ്പിച്ചത്. നെക്സ്റ്റ് അടി. ഏറ്റടിയിലൊന്ന് കണ്ട, കൺവേർഷൻ ട്രാക്കിംഗ് ഫേസ്ബുക്ക് പിക്സൽ. അതിന്റെ അവിടൊക്കെ ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് കണ്ട, അല്ല ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് ആഡ് പിക്സൽ കോഡ് ടു യുവർ വെബ്സൈറ്റ് ആൻഡ് ഇൻസ്റ്റന്റ് എക്സ്പീരിയൻസ് റിപ്പോർട്ട് കൺവേർഷൻ, സി ആക്ടിവിറ്റി ആൻഡ് ബിൽഡ് ഓഡിയൻസ് ഫോർ ആഡ് ടാർഗറ്റിംഗ്. ഇനി അവിടെ ക്ലിക്ക് ചെയ്ത് സെറ്റപ്പ് കൊടുക്കുക. Track website conversion using Pixel. Next അടിച്ചു, കണ്ടിന്യൂ അടി. Continue what are you ready to set up your Pixel? Continue what I was doing. Set up Pixel now കൊടുക്കുക. കണ്ട, add code to partner integration. Manually add Pixel code to your website. അത് നമ്മൾ ക്ലിക്ക് ചെയ്യും.
നമ്മൾ ഗൂഗിളിൽ ചെയ്ത പോലെ കണ്ട ഈ കോഡാണ് ഇടണ്ടേ. എന്നിട്ട് എഴുതിയിരിക്കണേ copy and paste the pixel code into the bottom of the header section of your web, just above the header tag. മറ്റേത് ചെയ്തതുപോലെ തന്നെ. കണ്ടിന്യൂ അടി. Now that you have installed the pixel code, you can use the event setup to track the action that അങ്ങനെയാണ് പിക്സൽ കോഡ് കിട്ടുന്നത്. ആ പിക്സൽ കോഡ് നമ്മുടെ വെബ്സൈറ്റ് കൊണ്ട് ഇടണം. നമ്മൾ മറ്റേ ഗൂഗിളിലെ കൺവേർഷൻ ട്രാക്കിംഗ് കിട്ടുമല്ലേ, അത് ഇട്ടാലാണ് നമ്മുടെ വെബ്സൈറ്റിലുള്ളവരെ നമുക്ക് വീണ്ടും ടാർഗറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് വന്നവരെ വീണ്ടും റീടാർഗറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇവന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പിക്സൽ കോഡ് എടുത്തിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് ഇടണല്ലേ, വെബ്സൈറ്റിന്റെ പേജിൽ. ഓക്കേ, നമ്മൾ ഗൂഗിളിൽ ഇട്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അതന്നെ ഗൂഗിളിൽ ഇട്ടെന്തിനാ, എവിടെ നിന്നൊക്കെയാണ് റിസൾട്ട് വന്നത് എന്താണെന്നൊക്കെ കിട്ടാൻ വേണ്ടി, ട്രാക്ക് ചെയ്യാൻ വേണ്ടിട്ട്.